നമസ്കാരം. SV അരുളനാണ്. പ്രേക്ഷകരോട് ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. പലർക്കും വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്നുള്ള പരാതികൾ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിനെ തുടർന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. നമ്മുടെ നാട്ടിൽ സത്യങ്ങൾ പറയാൻ പാടില്ലല്ലോ. ഭരിക്കുന്നവരെ കുറിച്ച് വാഴ്ത്തുപാട്ടുകളാണ് പാടേണ്ടത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ പറയണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ പക്ഷത്തിന് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ റീച്ചും അത് ആൾക്കാരിലേക്ക് എത്തിക്കാനും സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് SVസിന്റെ അത് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, പേജുകളെല്ലാം ഒറ്റയടിക്കും അതിന്റെ റീച്ച് അങ്ങ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റീച്ച് പിടിച്ചു എന്ന് കരുതിക്കൊണ്ട് വാർത്ത ചെയ്യാതിരിക്കില്ല, വീഡിയോ ചെയ്യാതിരിക്കില്ല, അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകാൻ പോകുന്നു എന്നൊക്കെ ആരെങ്കിലും കരുതുകയാണെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. പക്ഷേ അതിലൂടെ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അറിയേണ്ടതുണ്ട്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ വാഴ്ത്തുപാട്ടുകാരാണെങ്കിൽ, അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം യഥേഷ്ടം വലിയ തോതിൽ സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാകും. അല്ലാത്തതിനെയൊക്കെ ഈ ഫേസ്ബുക്ക് ഇന്ത്യ, യൂട്യൂബ് ഇന്ത്യ എന്ന സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളുണ്ട്. അവരാണ് ഈ നാട്ടിൽ എന്ത് തരം വാർത്തകൾ പ്രൊമോട്ട് ചെയ്യപ്പെടണം, എന്ത് തരം വാർത്തകൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനമെടുക്കുന്നത്. അത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നടപ്പാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ പറയും അത് സുക്കർബർഗിന്റേതാണ് എന്നൊക്കെ പറയുമ്പോൾ സുക്കർബർഗ് ഒന്നും അല്ല നിയന്ത്രിക്കുന്നത്, അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കുറിച്ച് പോലും വാർത്ത കൊടുത്താൽ ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വലിയ കരുതൽ അല്ലെങ്കിൽ വലിയ തോതിൽ ഈ സോഷ്യൽ മീഡിയ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഇത് SVസിന്റെ മാത്രം പ്രശ്നമായതുകൊണ്ട് പറയുന്നതല്ല. പല പേജുകളും കണ്ടു, ലെഫ്റ്റ് അനുകൂലമായിട്ടുള്ള പേജുകൾ, കേരളത്തിലെ BJP കോൺഗ്രസ് IT സെല്ലുകൾ അയച്ചു കൊടുക്കുന്ന പേജുകളുടെ റീച്ച് അത് സോഷ്യൽ മീഡിയയിൽ പിടിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നാട്ടുകാർ അറിയണം. ഇതിന്റെ ഭാഗമായിട്ട് മാസ് റിപ്പോർട്ടിംഗ് ആണ് ഒരു കാര്യം. മറ്റൊന്ന്, ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഈ പേജിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിന്റെ റീച്ച് പിടിക്കണം. ഇത് SVസിനെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടാമത്തെ ദുരനുഭവമാണ് ഈ കടന്നു പോകുന്നത്. മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഈ മാസ് റിപ്പോർട്ടിംഗ് പലപ്പോഴായി നടന്നിട്ടുണ്ട്. അതിനു മുന്നേ SVസിന്റെ പ്രധാനപ്പെട്ട ഒരു പേജ് ഇപ്പോഴും ഇന്ത്യയിൽ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു പേജ് ഉണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്ത കർണാടകയിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തത് അതെന്തോ രാജ്യവിരുദ്ധമാണ് എന്ന പേരിലാണ് അതിന്റെ ഇന്ത്യയിലെ വിസിബിലിറ്റി. അതായത് പുറത്തുള്ള രാജ്യങ്ങളിലുള്ളവർക്കോ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് എല്ലാവർക്കും ആ പേജ് ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കകത്ത് അതിന്റെ വിസിബിലിറ്റി കട്ട് ചെയ്തുകൊണ്ട് അതിലൂടെ നമ്മൾ പറയുന്ന കാര്യം ഇന്ത്യക്കകത്തിരിക്കുന്ന ഒരു മനുഷ്യനും കേൾക്കാൻ പാടില്ല. അതായത് ഭരണപക്ഷത്തിരിക്കുന്നവരെ വിമർശിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യക്കകത്ത് കേൾക്കാതെ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സ്ക്രീൻ ചെയ്ത് മാറ്റി നിർത്തുക, അതിന്റെ റീച്ച് പിടിച്ചു നിർത്തുക തുടങ്ങിയ ആചാരങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. കാര്യം എതിർ ശബ്ദങ്ങൾ, സത്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്താതെ അവർ പറയുന്ന വ്യാജത്തരങ്ങളും പൊലിപ്പിച്ച കഥകളും, അതായത് ഭരിക്കുന്നവർ കഴിവുകേടുകളാണെന്ന റിയാലിറ്റിയാണ് ജന്തർ മന്ദിറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യൂത്ത് വിപ്ലവം എന്ന് പറയുന്നത്. ആ വിപ്ലവത്തിന്റെ വാർത്തകൾ കൊടുത്താൽ പോലും പുറത്തേക്ക് വരാതെ, അല്ലെങ്കിൽ മുന്നറിയിപ്പില്ലാതെ പല വീഡിയോകളും റിമൂവ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പേജിന്റെ റീച്ച്, അതായത് നോട്ടിഫിക്കേഷൻ പോകാതിരിക്കുക, അതുപോലെ ഈ പേജ് ആൾക്കാരിലേക്ക്, അതായത് ടൈം ലൈൻ, നിങ്ങളിപ്പോ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന സന്ദർഭത്തിൽ 3 സെക്കൻഡ് ഏത് വീഡിയോ കണ്ടാലും അത് നിങ്ങളുടെ ടൈം ലൈനിലേക്ക്, പിന്നീട് നിങ്ങൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുമ്പോൾ അതിന്റെ മുന്നിലേക്ക് വരുന്നതാണ് ഇതിന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ആ അൽഗോരിതം പോലും മാറ്റി എഴുതിക്കൊണ്ട് ടൈം ലൈനിൽ വരാതെയും നോട്ടിഫിക്കേഷൻ കിട്ടാതെയും ആർക്കെങ്കിലും ഒക്കെ സെർച്ച് ചെയ്ത് കാണാൻ പറ്റുന്നവർക്ക് മാത്രമേ ആ പേജുകൾ, അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടും സംഘപരിവാറിനെതിരെയും കോൺഗ്രസിനെതിരെയും, ഇപ്പോ ഇത് രണ്ടും രണ്ടല്ലല്ലോ, ഒന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ രാജ്യ തലസ്ഥാനത്ത് ഇപ്പോ യുവാക്കൾ നടത്തുന്ന പ്രതിഷേധ സമരത്തിലേക്ക് കോൺഗ്രസിന്റെ സാന്നിധ്യമില്ലാതെ പോകുന്നത്, നേതാക്കൾ അതിന്റെ ഭാഗമാകാതെ പോകുന്നത്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും എതിരെ സംസാരിക്കും എന്നുള്ളത് കൊണ്ടും ഇവിടുത്തെ പുരോഗമന സംഘടനയുടെ ഭാഗമായി നിലനിന്നുകൊണ്ട്, അതായത് ഇടതുപക്ഷ ആശയമുള്ളവരാണെന്ന് കാണുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയാൽ വസ്തുതകൾ മനസ്സിലാക്കും. ക്യാമറ പൊലിപ്പീരുകൾക്കപ്പുറമുള്ള റിയാലിറ്റി ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട്, അത് SVസിന്റെ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ പ്രൊഫൈൽ നോക്കുന്നവരുടെ എല്ലാവരെയും ലൈക്കോ കമന്റോ കൊടുത്താൽ മാത്രമേ അത് പിന്നീട് എൻഗേജ്മെന്റ് ഓണായി AI സംവിധാനം വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സംവിധാനം മാറത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ലെഫ്റ്റ് ആശയമുള്ളവർ ചെയ്യുന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേജുകളും
ജനങ്ങളുടെ ഇടയിൽ റീച്ച് വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നിങ്ങൾ പേജുകൾ സെർച്ച് ചെയ്ത് കാണുക. അത് എസ്വീസിന്റെ മാത്രമല്ല, എല്ലാ ഈ എതിർ അഭിപ്രായം ചെയ്യുന്നവരുടെ പോസ്റ്റുകളും നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടതുണ്ട്, കമന്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പോലെ നിങ്ങളിലേക്ക് ആ വാർത്തകൾ എത്താത്ത സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ കരുതും ഇവരൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ്. ചിലർക്ക് ഇത് നിലവിളിയായിട്ട് തോന്നാം. യാഥാർത്ഥ്യം ജനങ്ങളോട് പറയുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്. അതായത് ഒരു ഷാഡോ ആയിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതി അത് ജനം മനസ്സിലാക്കിയിട്ട് അതിനോട് നിങ്ങൾ അനുഭാവപൂർവ്വം ഇടപെടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓരോ ലൈക്കും കമന്റും നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ട് ആ ഒരു പേജിലേക്കുള്ള ലൈക്കും ഷെയറും കൊടുത്താൽ മാത്രമേ നിങ്ങളിലേക്ക് വീഡിയോകൾ എത്തൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ളവരുടെ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ബാനിനെ മറികടക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.